രാവിലെ 7:30-ക്കും 8 മണിക്കിടയിൽ അവരുടെ ആദ്യത്തെ ബാച്ച് വലിയൊരു കൂട്ടം ഇതിനകത്തേക്ക് അരച്ച് കയറി അറ്റ് എ ടൈം തകരപ്പാടിയും പൊന്നുകുഴിയും. അത് പോലീസ് മാത്രമല്ല, വനം വകുപ്പ്, നാട്ടുകാരെന്നുള്ള വ്യാജനെ മന്ത്രി സുധാകരൻ്റെ ആളുകൾ അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ നിന്ന് വരെ ഗുണ്ടാപ്പടയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സഭയായിട്ട് അവരെല്ലാം ഇങ്ങനെ ഒരു ആൾക്കൂട്ടമായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ആരാണ് എന്താണെന്നും തിരിച്ചറിയാം, കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പോലീസിൻ്റെ കൂടെ ഇങ്ങനെ നാട്ടുകാരൊക്കെ ഇങ്ങനെ കയറി വരുന്നതാണ്. അതിങ്ങനെ വലിയൊരാൾക്കൂട്ടമായി വന്ന് ഒരുതരം റെയ്ഡ് പോലെ തീയിടുന്നു, ഗ്രനേഡ് എറിയുന്നു. അങ്ങനെയുള്ള ആദ്യഘട്ടത്തിലൊന്നും അവരങ്ങനെ വെടിവെപ്പൊന്നും നടത്തിയിരുന്നില്ല. എങ്കിലും 11 മണിക്ക് അവിടെ ഒരു അംഗൻവാടിയുടെ ചുറ്റുവട്ടം ഒരു തീയിട്ടപ്പം ആദിവാസികൾ പ്രകോപിതരാകുകയും അതിനെ പ്രതിരോധിക്കാൻ ശ്രമം നടത്തിയപ്പം അവിടെയാണ് അവർ ആദ്യം വെടിവെപ്പ് നടത്തുന്നത്. അവിടെ 3 റൗണ്ട് വെടിവെച്ചത്. പിന്നീട് അതിന് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഉള്ളതാണ്. അത്രയും മാത്രമാണ് തകരപ്പാടിയിലുണ്ടായിരുന്നൊരു വെടിവെപ്പ്. പക്ഷേ കുറേ പേർ അവിടെ നിലത്തൊക്കെ ഇട്ട് മർദ്ദിക്കുകയും സ്ത്രീകളെ വലിച്ചെടുക്കുകയും അങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു 5:30-5:45 സമയത്ത് ഈ പറയുന്ന ഈ ക്രൗഡ് ആദിവാസികൾ ഈ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ഷെഡിന് നേരെ അവരിങ്ങനെ ആംഡായി കയറി. അതാണ് പിന്നെ അവിടെ വിഷ്വൽ മീഡിയയിലൊക്കെ കാണുന്നത്. ജനക്കൂട്ടത്തിനെതിരെ പോലീസ് വെടിവെപ്പ് നടത്തിക്കൊണ്ട് അവർ കയറി. അതിനെ തുടർന്ന് മുഴുവൻ തന്നെ ഒരുതരം നരവേട്ടയുടെ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത്. അതവിടം കൊണ്ട് തീരുന്നില്ല.